എല്ലാവർക്കും ഷജീസ് വ്ലോഗ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ നമ്മുടെ ഷോർട്ടിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫോക്കസ്, നമ്മുടെ അറ്റൻഷൻ, നമ്മുടെ കോൺസെൻട്രേഷൻ, നമുക്കൊരു കാര്യത്തിൽ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100% സക്സസ് ആവാൻ പറ്റൂലേ. അപ്പം അതിലേക്ക് വേണ്ടുന്ന 5 ടിപ്പുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിരുന്നു. ആ 5 ടിപ്പുകൾ എന്താണെന്നല്ലേ? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബ്രേക്ക് ഡൗൺ ചെയ്യുക. നമ്മുടെ വലിയ ടാസ്കുകളെ, വലിയൊരു പ്രോജക്റ്റിനെ നമ്മൾ ചെറുതായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുക. ഒരു കാര്യം വലിയൊരു പ്രോജക്റ്റ് ആകുമ്പോൾ നമുക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് അത് ബ്രേക്ക് ചെയ്താൽ, അതൊന്ന് വിഭജിച്ചാൽ, അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങളാക്കി, ചെറിയ ചെറിയ ടാസ്കുകളാക്കി മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ഈസി ആയിരിക്കും അതിനകത്ത് ആ ചെറിയ കാര്യങ്ങളിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാനായിട്ട്. അത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു വേ ആണ് കേട്ടോ. നമ്മൾ എന്ത് കാര്യം എടുത്താലും, ഒരു ബുക്ക് തന്നെ നിങ്ങൾ വായിക്കാൻ എടുത്താൽ നമ്മൾ പേജ് ബൈ പേജ് ആയിട്ടാണ് വായിക്കുന്നത് അല്ലെ. ഒരു ബുക്ക് ഫുള്ള് ഒറ്റ ദിവസം കൊണ്ട് വായിച്ചു തീർക്കണം, അങ്ങനെ നമുക്ക് വായിച്ചു പിടിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല, നമുക്ക് ഫോക്കസ് കിട്ടില്ല. അതുപോലെ സെയിം വേയിൽ തന്നെ നമ്മുടെ മൈൻഡിന് കുറച്ച് എന്താ പറയാൻ കുറച്ചൊരു ഇന്റർവെല് വേണം അല്ലെ. ഒരു വലിയ ടാസ്കിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ, വലിയ പ്രോജക്റ്റിലേക്ക് ഇറങ്ങുമ്പോൾ, അപ്പൊ നമ്മൾ അതിനെ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യുക. പല പല ചെറിയ ചെറിയ ടാസ്കുകളായിട്ട്, ചെറിയ ചെറിയ പ്രോജക്റ്റുകളാക്കി നമ്മൾ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുക. അപ്പൊ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് അതിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഇനി രണ്ടാമത്തെ കാര്യം എന്തെന്നറിയോ? മൾട്ടി ടാസ്ക് മാക്സിമം അവോയ്ഡ് ചെയ്യുക. മൾട്ടി ടാസ്ക് നല്ലതാണ്. എപ്പോഴാണെന്നറിയോ? നമ്മൾ ഈ മൾട്ടി ടാസ്ക് എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ഒന്നിച്ച് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ നമുക്ക് ഒരു കാര്യത്തിൽ എന്താ പറയാൻ, ഒരു കംപ്ലീറ്റ് ആക്കി നമുക്ക് അത് അവസാനിപ്പിക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല. പല കാര്യങ്ങളിലേക്ക് നമ്മുടെ ഫോക്കസ് ഡിവൈഡ് ചെയ്ത് പോവാണ് അല്ലെ. അപ്പൊ നമ്മൾ മൾട്ടി ടാസ്ക് എന്ന് പറയുന്നത്, നമ്മൾ ശരിക്കും 1-2 കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ അതിൽ കൂടുതലായിട്ട് നമ്മൾ ഒരേ സമയം അത്രയും കാര്യങ്ങൾ, ഒരു 4-5 കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒന്നിച്ചിതെല്ലാം കൂടെ ഫിനിഷ് ആക്കാം എന്നുള്ള ഒരു മെന്റാലിറ്റി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് നമുക്ക് വളരെ കുറച്ച് മാത്രമേ ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം മൾട്ടി ടാസ്കുകൾ നിങ്ങൾ ഒഴിവാക്കുക. 1-2 കാര്യം നമുക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം കിച്ചണിൽ ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം കിച്ചണിൽ അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ നമുക്ക് 1-2 മൾട്ടി ടാസ്കുകൾ നമുക്ക് ചെയ്യാം. മനസ്സിലായോ? അതായത് ഇപ്പൊ നമ്മള് ചായ ഇടുവാണ്. ചായ ഇടുന്ന സമയത്തിന് ആ വെള്ളം തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ നമ്മള് സീരിയസ്ലി എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അത് കുറേ കാര്യങ്ങളെ ഒന്നിച്ചെടുത്ത് നമ്മൾ തലയിലെടുത്ത് വെക്കുമ്പോൾ നമുക്ക് ഇത് ഫോക്കസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. നമ്മുടെ ബ്രെയിനിന് ഒരു കപ്പാസിറ്റി ഉണ്ട് അല്ലേ. നമുക്ക് ഓരോ കാര്യത്തിലും ഓരോ ഫോക്കസ്, നല്ല രീതിയിൽ ഫോക്കസ് കൊടുക്കേണ്ടതുണ്ട് അല്ലേ. അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൈസായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. ഈ മൾട്ടി ടാസ്ക് നമ്മൾ ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? നമ്മൾ ശരിക്കും ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ, ഒരു 10-15 കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കുവാണെന്ന് വെച്ചോ, നമുക്ക് അത് ഫുള്ള് നമ്മൾ ഫിനിഷ് ആക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യം കൂടെ ഒന്നിച്ചെടുക്കുമ്പോൾ നമുക്കത് ഫുൾഫിൽ ചെയ്യാൻ പറ്റുമോ? മനസ്സിലായോ? അപ്പൊ നമ്മളൊരു 10-15 ടു ഡു ലിസ്റ്റ് നമ്മൾ എഴുതി കഴിയുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ മൈൻഡിൽ നമ്മളൊരു ക്ലാരിറ്റി കൊണ്ടുവരണം. ഏതൊക്കെ കാര്യങ്ങളാണ് ഞാൻ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്, ഇന്നത്തെ ദിവസം ഏതൊക്കെ കാര്യങ്ങളിലാണ് ഞാൻ ഫോക്കസ് ചെയ്യാനുള്ളത്, അത് നമ്മൾ മുൻകൂറായിട്ട് തന്നെ നമ്മുടെ മൈൻഡിലേക്ക് നമ്മൾ കൊണ്ടുവരണം. മനസ്സിലായോ? അതായത് പോമിറാഡോ ടെക്നിക്ക് എന്ന് പറയും. നമ്മൾ കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും നമ്മുടെ ബ്രെയിനിനെ കണ്ടിന്യൂസ് ഇങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാതെ ഒരു 25 മിനിറ്റ്സ് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഒരു 5 മിനിറ്റ്സ് നമ്മൾ ബ്രെയിനിന് ബ്രേക്ക് കൊടുക്കുക. 25 മിനിറ്റ് വർക്ക് ചെയ്യുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. അത് ഭയങ്കര എന്താ പറയുക, അമേസിങ് ആയിട്ടുള്ള ഒരു ടെക്നിക്കും കൂടിയാണ് കേട്ടോ. 25 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 25 മിനിറ്റ് തന്നെ നിങ്ങൾ സെറ്റ് ചെയ്യുക. നിങ്ങളെല്ലാം സെറ്റ് ചെയ്യുക. എന്നിട്ട് ആ 25 മിനിറ്റ് കറക്റ്റായിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ആ ഫോക്കസിൽ ഇരുന്നു കൊണ്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മൾ ആ ഒരു ടൈം ലിമിറ്റിനുള്ളിൽ എത്രത്തോളം ഫോക്കസ് നമ്മൾ അവിടെ കൊടുക്കേണ്ടതുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ആ കാര്യങ്ങളെ ആ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് അതിൽ പൂർണ്ണമായിട്ടുള്ള ഫോക്കസ് കൊടുത്തുകൊണ്ട് അത് ഫിനിഷ് ആക്കാനായിട്ട്. അപ്പൊ മൂന്നാമത്തെ കാര്യം മനസ്സിലായല്ലോ, പോമറോഡോ ടെക്നിക്ക്. അത് നിങ്ങൾ യൂസ് ചെയ്യുക. 25-5 അങ്ങനെ തന്നെ ആ ടൈം നിങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത്. നമ്മുടെ തലച്ചോറിന് ആവശ്യത്തിനുള്ള റെസ്റ്റ് വേണം അല്ലേ.
അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. നമ്മൾ ശരിക്കും ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ ബ്രെയിനിന് നല്ലൊരു എന്താ പറയാ, നമ്മൾ ആ ദിവസം മൊത്തവും നമ്മൾ നമ്മുടെ ബ്രെയിനിലേക്ക് കൊടുത്ത ഓരോ കാര്യങ്ങളും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് ഡ്രെയിൻ ഔട്ട് ചെയ്യുന്നത് ഈ നമ്മൾ ഉറങ്ങുന്ന സമയത്താണ്. നമ്മൾ രാത്രി തന്നെയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാത്രി വളരെ വൈകി നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെന്ന് വെച്ചോ, അല്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുന്നേ മൊബൈലിൽ കൂടുതൽ സമയം നമ്മൾ മൊബൈൽ യൂസ് ചെയ്തിട്ട് നമ്മൾ പോയി കിടന്ന് ഉറങ്ങുകയാണെന്ന് നിങ്ങൾ വിചാരിക്കും, അത് നമ്മുടെ ഉറക്കത്തിന്റെ ക്വാളിറ്റി അത് ബാധിക്കും ഉറപ്പായിട്ടും. രാത്രിയിലുള്ള ഭക്ഷണം ശരിക്കും നിങ്ങൾ കുറച്ച് ലഘുവാക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ നിങ്ങൾ കഴിക്കുക. ഒരു 7:30 8 ഒക്കെ ആകുമ്പം അതിന് മുന്നേ കഴിക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ നിങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ മൊബൈൽ ഫോണിന്റെ യൂസേജ് രാത്രി വളരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചു നമ്മൾ ഫോണും അറ്റ്ലീസ്റ്റ് ഒരു മിനിമം ഒരു 1 hour ബിഫോർ എങ്കിലും നമ്മൾ ഫോണും ഒഴിവാക്കി നമ്മൾ ഗെറ്റ് റെഡി ഫോർ സ്ലീപ്പ്. നമ്മൾ ആ ഉറക്കത്തിന് നമ്മുടെ ബ്രെയിനിനെ ആ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രെയിനിലേക്ക് നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മൾ ശരിക്കും ഉറക്കത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ശരിക്കും ചുമ്മാ പോയി പെട്ടെന്ന് കിടന്നങ്ങ് ഉറങ്ങുന്ന ആ ഒരു മനോഭാവം ഉണ്ടല്ലോ, അതങ്ങ് ഒഴിവാക്കിയിട്ട് നമ്മൾ ബോഡിക്ക് റെസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കിടക്കുന്നതെന്നുള്ള ഒരു ബോധം നമ്മുടെ മനസ്സിലേക്ക് കൊടുത്ത് കംപ്ലീറ്റ്ലി നമ്മൾ ബോഡിയും മൈൻഡും ഒക്കെ റെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് ആ ക്വാളിറ്റി സ്ലീപ്പ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബെഡ് ടൈം കറക്റ്റ് എല്ലാ ദിവസവും ഒരേ സമയത്ത് തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. ഇപ്പൊ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ, ഇപ്പോൾ ഹോസ്പിറ്റൽ പ്രൊഫഷണൽസിനാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ടൈം പാറ്റേൺ അവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റില്ല അല്ലെ. പക്ഷെ ഉള്ള സമയത്ത് നിങ്ങൾ ആ ഒരു കറക്റ്റ് ടൈം തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരേ സമയം എല്ലാ ദിവസവും ഉറങ്ങാനായിട്ട് നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ക്വാളിറ്റി ഓഫ് സ്ലീപ്പിനെയും നമ്മുടെ ഫുൾ എനർജിയെയും നമ്മുടെ ബോഡി നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെയും മെന്റൽ ഹെൽത്തിനെയും ഒക്കെ അത് പ്രൊമോട്ട് ചെയ്യും. ആ ബോഡി തന്നെ ആ ഒരു ഹാബിറ്റിലേക്ക് അങ്ങ് ഇഴുകിച്ചേർന്ന് ആ ഒരു ഹാബിറ്റായി നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ് അതുകൊണ്ട് നമുക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. വേറൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് കേട്ടോ. നമ്മൾ ഈ ഫോക്കസിന്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ ഫോണ് തീർച്ചയായിട്ടും നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് കീപ്പ് ചെയ്യുക, വേറൊരു റൂമിലേക്ക് കീപ്പ് ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് അതിനകത്ത് ഫുള്ളി കോൺസെൻട്രേഷൻ വേണമെന്നുണ്ടെങ്കിൽ, ഫുള്ളി നിങ്ങൾ ഫോക്കസ്ഡ് ആവണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോണ് നിങ്ങൾ വേറൊരു സ്ഥലത്ത് വെക്കുക തന്നെ വേണം. നമ്മുടെ ഫോക്കസ് ഏറ്റവും കൂടുതൽ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്നത്, നമ്മുടെ കോൺസെൻട്രേഷൻ പവർ കളയുന്നത്, നമ്മുടെ ഫോക്കസിനെ ബാധിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് ഘടകമാണ് നമ്മുടെ മൊബൈൽ ഫോൺ എന്ന് പറയും. ശരിക്കും നമ്മൾ ഒരു സീരിയസ്ലി ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്നാൽ പോലും ഈ മൊബൈൽ നമ്മുടെ തൊട്ടടുത്തിരിക്കുകയാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് എടുക്കൂലേ, എടുത്തത് നോക്കുമ്പോഴത്തേനും കുറെ മെസ്സേജുകൾ കാണും, കുറെ ആപ്പിന്റെ നോട്ടിഫിക്കേഷൻ കാണും, പിന്നെ ഇതെന്താണ് നോക്കി നമുക്ക് ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ട് ഏറ്റവും നമുക്ക് എന്താ പറയാ നമ്മുടെ ഒരു വില്ലനായിരിക്കുന്നത് ശരിക്കും നമ്മുടെ മൊബൈൽ ഫോണാണ്. നമുക്ക് ഫോക്കസ് തരാതിരിക്കാനായിട്ടുള്ള ഏറ്റവും വലിയ വില്ലൻ എന്ന് പറയുന്നത് മൊബൈൽ ഫോണാണ്. അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കാര്യം കോൺസെൻട്രേഷനോട് കൂടി ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതിനെ കീപ് അസൈഡ് അവേ ഫ്രം യു. ഓക്കെ, ശരിക്കും നിങ്ങൾ ഇതൊരു വേറൊരു റൂമിലേക്ക് തന്നെ വെക്കാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ ഇത് നമ്മുടെ കയ്യെത്തുന്നത് ഉരുത്തിരിക്കുന്നിടത്തോളം സമയം നമ്മൾ എന്ത് ചെയ്യും, അത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെൻഡൻസി നമുക്കുണ്ടാവും, നമ്മളത് എടുക്കുകയും ചെയ്യും, നമ്മൾ അതിലേക്ക് സമയം പോവുകയും ചെയ്യും, നമ്മുടെ ഫോക്കസ് ഒന്ന് ഡീവിയേറ്റ് ആവുകയും ചെയ്യും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ 5 ടിപ്പുകൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ ഫോക്കസ്, നിങ്ങളുടെ കോൺസെൻട്രേഷൻ അത്രയും തന്നെ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് മാജിക്കലി നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.